16ാം കേരള നിയമസഭയിലെ ആദ്യ ജയം UDF സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒന്നു പറഞ്ഞാൽ സഭയ്ക്കകത്ത് CPM-ന് മേൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയം. LDF-നെയും BJP-യെയും ഒരുപോലെ തകർത്താണ് ഭരണമുന്നണിയായ UDF-ന്റെ വിജയം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇന്നലെയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. പ്രോട്ടേം സ്പീക്കറായ G. സുധാകരന് മുമ്പാകെയായിരുന്നു അംഗങ്ങൾ അക്ഷരമാലാക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. തൊട്ടടുത്ത ദിനമായി ഇന്ന് സഭയുടെ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭയുടെ സ്പീക്കറെ കണ്ടെത്താൻ ത്രികോണ മത്സരമാണ് ഇത്തവണ നടന്നത്. ഭരണകക്ഷി തങ്ങളുടെ സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി വന്നത് AC മൊയ്തീൻ. സഭയിൽ ആദ്യമായി 3 അംഗങ്ങളുമായി എത്തിയ BJP BB ഗോപകുമാറിനെ രംഗത്തിറക്കി. എന്നാൽ ഏവരും പ്രതീക്ഷിച്ച പോലെ 101 വോട്ടുകളുമായി തിരുവഞ്ചൂർ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. AC മൊയ്തീന് 35ഉം ഗോപകുമാറിന് 3 വോട്ടുകൾ ലഭിച്ചു. ഒരു മുന്നണിയുടെയും വോട്ടുകൾ ചോർന്നില്ല, അസാധുവായതുമില്ല. പ്രോട്ടേം സ്പീക്കർ വോട്ട് ചെയ്തില്ല. 76-കാരനായ തിരുവഞ്ചൂർ സഭാധ്യക്ഷനായി എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായാണ് പാർട്ടി ഭേദമന്യേ ഏവരും കാണുന്നത്. തുടർച്ചയായ 8ാം വിജയവുമായാണ് ഇത്തവണ തിരുവഞ്ചൂർ സഭയിലെത്തിയത്. 1987-ലെ തൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് തോറ്റു. പിന്നീട് അടൂരിൽ നിന്ന് തുടർച്ചയായി 4 ജയങ്ങൾ. അടൂർ സംവരണ മണ്ഡലമായതോടെ 2011-ൽ കോട്ടയത്തേക്ക് തിരിച്ചെത്തി. അവിടെയും തുടർച്ചയായ 4ാം ജയം. അതായത് 35 വർഷമായി നിയമസഭാംഗമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇത്തവണ എതിരാളിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതലാണ് തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം എന്നത് ആ ജനകീയതയുടെ തെളിവാണ്. 2004-ലും 2011-ലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗം. 6 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി പാർട്ടി പദവികൾ തിരുവഞ്ചൂരിനെ തേടിയെത്തി. നിലവിൽ കോൺഗ്രസ് അച്ചടക്ക സമിതി ചെയർമാനുമാണ്. നിലപാടുകളിൽ കർക്കശക്കാരനായ എന്നാൽ പെരുമാറ്റത്തിൽ സൗമ്യനും ശാന്തശീലനുമായ തിരുവഞ്ചൂർ സ്പീക്കർ കസേരയിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്തിനും പ്രതീക്ഷയുണ്ട്. അത് പ്രതിപക്ഷ നേതാവായ പിണറായിയുടെ വാക്കുകളിൽ തന്നെ കാണാം. തിരുവഞ്ചൂർ റോൾ മോഡലെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അനുമോദന പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരു MLA മണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ മാതൃകയാണ് തിരുവഞ്ചൂർ എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തിരുവഞ്ചൂരിൻ്റെ പ്രവർത്തന പരിചയത്തെ വാഴ്ത്തിയ പിണറായി അദ്ദേഹം ബാറ്റിംഗ് ടീമിൻ്റെ അമ്പയറായി പ്രവർത്തിക്കില്ലെന്ന് കരുതുന്നുവെന്നാണ് അഭിപ്രായപ്പെട്ടത്. അതൊരു പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ സ്പീക്കർമാരുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള ആശങ്കയിലാകാം പിണറായി പറഞ്ഞത്. ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് P. ശ്രീരാമകൃഷ്ണനും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് MP രാജേഷും പിന്നീട് AN ഷംസീറും എങ്ങനെയാണ് പ്രതിപക്ഷത്തോട് പെരുമാറിയത് എന്ന് കേരള ജനത കണ്ടതാണ്. സഭയിൽ ഏകപക്ഷീയമായിട്ടായിരുന്നു ഈ 3 സ്പീക്കർമാരുടെയും പ്രവർത്തനങ്ങൾ. അന്നത്തെ പ്രതിപക്ഷമായ UDF-ന് സഭയിൽ അനുവദിക്കേണ്ട അവകാശങ്ങളൊന്നും ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷം ചെയറുമായി ഏറ്റുമുട്ടുന്നത് നാം കണ്ടതാണ്. സഭയിലെ നടപടികൾ സംപ്രേഷണം ചെയ്യുന്ന സഭാ TV പോലും പക്ഷപാതപരമായാണ് പെരുമാറിയത് എന്നത് യാഥാർത്ഥ്യം. എന്തായാലും കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിയമസഭയാകില്ല ഇനിയുള്ള 5 വർഷമെന്നത് ഉറപ്പിക്കാം.